അങ്ങേറ്റം നാടകീയമായ രംഗങ്ങളാണ് അവിടെ കാണുന്നത്. ആശാ ലോറൻസ് അച്ഛന്റെ മൃതദേഹം ആ പേടകം പിടിച്ചുകൊണ്ട് കരയുന്നതാണ്. കരഞ്ഞുകൊണ്ട് അങ്ങേറ്റം വൈകാരികമായ രംഗങ്ങൾ, നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കുന്നു. മുദ്രാവാക്യം വിളികളുമായി പ്രിയ സഖാക്കളും ആ മൃതദേഹത്തിന് ചുറ്റും കൂടിയിരിക്കുന്നതാണ് കാണുന്നത്. ഇപ്പോൾ നേതാക്കൾ ഇടപെട്ട് രംഗം ശാന്തമാക്കുകയാണ്. അങ്ങേയറ്റം നാടകീയമായ രംഗങ്ങളാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ അനിഷേധ്യനായ ഒരു നേതാവിന്റെ യാത്രയയപ്പ് ചടങ്ങിൽ ഉണ്ടാകാൻ പാടില്ലാത്ത രംഗങ്ങൾ ഉണ്ടാവുകയാണ്. ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നാണ് മൂത്ത മകൻ സജീവൻ പറയുന്നത്. ബാഹ്യ ഇടപെടലുണ്ട് ഈ കാര്യത്തിൽ എന്ന് അവർ ആരോപിക്കുന്നു. ആശാ ലോറൻസിനെയും മകനെയും പിടിച്ചുമാറ്റിയാണ് അവസാനം മൃതദേഹം അവിടെ നിന്ന് മാറ്റുന്നത്. അങ്ങേയറ്റം നാടകീയമായ രംഗങ്ങൾക്കാണ് അവിടെ വേദിയായത്, ടൗൺ ഹാൾ വേദിയായത്. പ്രവർത്തകരുടെ ആർപ്പുവിളിയിൽ മുദ്രാവാക്യം വിളികളോടുകൂടി പ്രിയ സഖാവിനവർ യാത്രയയപ്പ് നൽകുമ്പോൾ ഒരു ഭാഗത്ത് വളരെ നാടകീയമായ രംഗങ്ങൾ ഇപ്പോഴും ടൗൺ ഹാളിൽ തുടരുകയാണ്. 4 മണിയോടുകൂടി മൃതദേഹം മാറ്റുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ 15 മിനിറ്റ് മുൻപേ കോടതി നിർദ്ദേശപ്രകാരം മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റുന്നു. അപ്പന്റെ പെറ്റുനാളായിരുന്നു വീട്ടില്. എല്ലാവർക്കും അറിയാം, അപ്പനെന്നോടായിരുന്നു ഇഷ്ടം. എന്റെ അമ്മയുടെ കൂടെ അപ്പം പോകണ്ട, ഈ സഹാത്തികളുടെ കൂടെ അല്ല, അമ്മയുടെ കൂടെ അപ്പന് തന്നോടായിരുന്നു ഏറ്റവും കൂടുതൽ സ്നേഹമെന്നും തന്റെ അമ്മയ്ക്കൊപ്പമാണ് അച്ഛൻ പോകേണ്ടതെന്നുമാണ് ആശാ ലോറൻസ് പറയുന്നത്. ഇവിടെ അറേഞ്ച് ചെയ്യണം. അടിയന്തരമായി ആംബുലൻസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അനുശോചന യോഗ നടപടികൾ ആരംഭിക്കുകയാണ്.
7 പതിറ്റാണ്ടുകാലം MM ലോറൻസിന്റെ കർമ്മമണ്ഡലമായിരുന്ന എറണാകുളം അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുമ്പോൾ വളരെ വൈകാരികമായിട്ടുള്ള നാടകീയമായിട്ടുള്ള രംഗങ്ങൾ, ഒരു യാത്രയയപ്പിലും ഉണ്ടാകാൻ പാടില്ലാത്ത രംഗങ്ങൾക്ക് കൂടി അവിടെ സാക്ഷ്യം വഹിക്കുന്നു. ടൗൺ ഹാളിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ ആശാ ലോറൻസിനെയും മകനെയും മാറ്റിയാണ് മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. തന്റെ അച്ഛന് തന്നെയായിരുന്നു ഏറ്റവും ഇഷ്ടമെന്നും തന്റെ അമ്മയ്ക്കൊപ്പമാണ് അച്ഛനെ അവസാന യാത്രയിൽ എത്തിക്കേണ്ടതെന്നുമാണ് ആശാ ലോറൻസ് പറയുന്നത്. എന്തായാലും കോടതിയിൽ നിന്ന് താൽക്കാലികമായെങ്കിലും അനുകൂല നിലപാടുണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് നാടകീയമായി ആശാ ലോറൻസ് അവിടേക്ക് വരികയും മൃതദേഹത്തിനെ കെട്ടിപ്പിടിച്ച് ഏറെ നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തത്. എന്നാൽ സഖാക്കൾ മുദ്രാവാക്യം വിളികളോടുകൂടി അവിടെ നിലയുറപ്പിക്കുകയും ഒടുവിൽ ബലപ്രയോഗത്തിലൂടെ തന്നെ ആശാ ലോറൻസിനെയും മകനെയും മാറ്റി അവിടെ നിന്ന് കൊണ്ടുപോവുകയുമാണ് ഉണ്ടായത്. ചെറിയ വാക്കേറ്റങ്ങൾക്കും അവിടെ സാക്ഷ്യം വഹിച്ചു. ഡാനി ഇപ്പോൾ അവിടെ നിന്ന് ചേർന്നു. ഡാനി, മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താൽക്കാലികമായെങ്കിലും പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് കരുതാമോ? ഡാനിപ്പോളിലേക്ക് വരാം. നമ്മളിപ്പോൾ കാണുന്നത് ടൗൺ ഹാളിന് പുറത്ത് ഒരു സജ്ജമാക്കിയിരുന്ന ആംബുലൻസിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുന്നതാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്കാണ് മൃതദേഹം കൊണ്ടുപോവുക. 4 മണിയോടുകൂടി അവിടെ നിന്ന് മൃതദേഹം മാറ്റും എന്നായിരുന്നു അറിഞ്ഞിരുന്നത്. എങ്കിൽ സാധാരണ നിലയിൽ ഈ പൊതുദർശനമൊക്കെ നീണ്ടുപോയി സമയക്രമം മാറാനാണ് സാധ്യത, അത് അങ്ങോട്ടേക്ക് മാറാനാണ് സാധ്യതയെങ്കിൽ ഇപ്പോൾ 15 മിനിറ്റ് മുൻപ് തന്നെ മൃതദേഹം അവിടെ നിന്ന് നീക്കുകയാണ്. അങ്ങേയറ്റം നാടകീയമായ രംഗങ്ങൾ അവിടെ അരങ്ങേറി. അതൊരു കയ്യാങ്കളിയുടെ വക്കുവരെ എത്തുന്ന ഘട്ടത്തിലാണ് അവിടെ നിന്ന് അല്പം മുൻപ് മൃതദേഹം ബലപ്രയോഗത്തിലൂടെ ആംബുലൻസിലേക്ക് മാറ്റിയിരിക്കുന്നത്. ആശാ ലോറൻസ് വലിയ രീതിയിലുള്ള നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചു. അവസാനം കോടതി താൽക്കാലികമായെങ്കിലും ഈ മൃതദേഹം ആശുപത്രിക്ക് കൈമാറുന്നത് തടഞ്ഞതോടുകൂടിയുള്ള നാടകീയ എൻട്രി ആയിരുന്നു ആശാ ലോറൻസിന്റേത്. അവിടേക്ക് മകനുമായി എത്തി മൃതദേഹത്തെ കെട്ടിപ്പിടിച്ച് കരയുകയും അവിടെ തുടരുകയുമായിരുന്നു. വാക്യം വിളികളോടുകൂടി സഖാക്കളും വന്നു. അത് കുറച്ച് സംഘർഷത്തിലേക്ക് വരെ നീളുന്ന സാഹചര്യത്തിലാണ് വലിയ ഇടപെടലുകൾ ഉണ്ടായി. ഇപ്പോൾ ബലപ്രയോഗത്തിലൂടെ തന്നെ മൃതദേഹം ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നത്. മോർച്ചറിയിൽ സൂക്ഷിക്കുക, കോടതി തീരുമാനമനുസരിച്ച് മോർച്ചറിയിലായിരിക്കും ഇനി മൃതദേഹം സൂക്ഷിക്കുക. അവിടെ നിന്ന് ആജ്ഞാ